എല്ലാം കിട്ടോ. ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കുകയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. നമ്മുടെ ജീവിതം ഒരു ദോശ പോലെയാണ്. മാവ് പാകമാവാനും നന്നായി ചുട്ടെടുക്കാനും സമയമെടുക്കും. ചിലപ്പോഴാണെങ്കിലോ അരികൾ മുരിയും, ചിലപ്പോൾ മൃദുവായിരിക്കും. ഓരോ ദോശയും ഒരു പുതിയ തുടക്കമാണ്. ഓരോ ദിവസവും പുതിയ രുചിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടാക്കിയത് വെച്ചാൽ ഇവിടെ ദോശ ചുട്ടെടുക്കുന്നതും പിന്നെ ഇതിലേക്കൊരു നല്ലൊരു വൻപയറിൻ്റെ കറി ഉണ്ടാക്കുന്നതൊക്കെയാണ് വീഡിയോയിലുള്ളത്. പിന്നെ നല്ലൊരു സൗദി വിഭവം കപ്സ് ഉണ്ടാക്കുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ മിന്നമോളൊക്കെ മദ്രസയിലേക്ക് അയച്ചിട്ട് നമ്മൾ ഇതൊക്കെ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് അവനെയൊക്കെ പഠിപ്പിച്ചിട്ട് ഞാൻ നമ്മളെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കട്ടോ. അത് ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നതാണ്, വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടോ. അപ്പോൾ ഇതാ നമ്മളെ കിച്ചണിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ദോശ ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ദോശ ചുടുന്നത് വല്ലാതെ ഒന്നുമില്ല കേട്ടോ. 1-2 ദോശ ചുട്ടുമ്പോൾ ഞാൻ പിന്നെ കുറേ വീഡിയോ ലെങ്തി ആണ്ട് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വൻപയറിൻ്റെ കറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ ആദ്യം പിന്നെ വറവ് ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളോട് സംസാരിക്കുന്നതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം സ്റ്റെവിലൊക്കെ കുറച്ച് ഞാൻ കറി വറുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് തീർച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നന്നാക്കി തൂത്തിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ എന്താ ഇൻക്ലൂഡ് ആക്കിയത്, പിന്നെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താ കാര്യമായിട്ടുള്ളത്, അത്രയൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ മിന്നുകുട്ടി മദ്രസ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവളോടൊന്ന് കുറച്ച് ദോശ ചുട്ടെടുക്കാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അവള് രാവിലെ കുറച്ച് ബേക്കറിയും ചായയും കുടിച്ച് പോയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് അല്ലാതെ ചുടാനൊന്നും വലിയ താല്പര്യമില്ല, ഇഷ്ടമൊക്കെയാണ് കേട്ടോ. ദോശ ചുടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ 1-2 ചുട്ടുകൊണ്ട് അവൾ നിർത്തി പോയിട്ട് പിന്നെ ബാക്കി ഞാൻ തന്നെ ചുട്ടള വിചാരിച്ചുകൊണ്ട് അവൾ ചായ കുടിക്കട്ടെ വിചാരിച്ചു. അങ്ങനെ ഇപ്പോഴും അവൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് ഇതാണ്ട് കൊടുത്തേക്കട്ടെ, അങ്ങോട്ട് ബാക്കി ഞങ്ങൾക്കൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഈ ദോശ ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ചില സമയത്ത് നല്ലതായിരിക്കും, ചില സമയത്ത് മാവുണ്ടാവും. ഇന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുമനും എല്ലാവരും കഴിക്കൂല. അപ്പം ഇന്ന് അവനും കുറച്ച് ദോശ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിന്നക്കുട്ടിക്ക് ചായ കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ വൻപയറിൻ്റെ കറിയും കൂട്ടിയിട്ട് അവള് ചായ കുടിക്കട്ടെ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മുറ്റത്ത് കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ വാഷിംഗ് മെഷീനിൽ. പിന്നെ വന്ന് കല്യാണത്തിന് തലേന്ന് ഒരു കല്യാണം കഴിഞ്ഞ് അന്ന് പോയി വന്ന് എടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ കൂടിയിട്ടില്ല. അതൊക്കെ പുറത്തേക്കട്ടെ. അപ്പോൾ ഈ റൂമിൽ ജനവാതിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നുണ്ട് അതിൻ്റെ പിന്നലും കുമ്പിലൊക്കെ പോയിട്ടൊന്ന് കേട്ടോ. കാറ്റും കിട്ടും, ഞാൻ അതിൻ്റെ ലെയറൊക്കെ പോകട്ടെ. അപ്പം അങ്ങനത്തെ തുറന്നിട്ടിട്ട് അതിൻ്റെ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കട്ടോ. അപ്പോൾ മിന്നമോളെ സറാറ അതൊക്കെയാണ് ഞങ്ങൾ അതിൻ്റെ കല്യാണത്തിന് പോയ ഡ്രസ്സൊക്കെയാണ് കേട്ടോ വാഷ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതോടെ കിടക്കട്ടെ. ബാക്കി മുറ്റത്ത് കുറച്ച് മുറ്റടിച്ച് തരാനും കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കട്ടെ. ജിതുമോനാണ് അടിച്ചു തരുന്നത്. ഒന്ന് സൂപ്പറായിട്ട് അടിച്ചു തരും. പിന്നെ വീടെടുക്കാന്ന് കണ്ട ഒന്നും കൂടി ഒന്ന് റെഡി ആയിട്ട് അടിച്ചു തരും കേട്ടോ. പിന്നെ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെ മിന്നക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങോട്ട് അടിച്ചു വാരട്ടെ. പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ട്. എനിക്ക് നീ കപ്സ് ആക്കണമല്ലോ, അത് ആക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ബീഫൊക്കെ അവിടെ ബീഫല്ല ചിക്കനാണ് കേട്ടോ. ചിക്കൻ കൊണ്ടുള്ള കപ്സയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോഴേക്കാണെങ്കിൽ അകത്താണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ പുറത്തുകൂട്ടി ഇറങ്ങുന്ന കുറച്ച് കാറ്റ് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികൾക്കാണെങ്കിൽ
അകത്തിരിക്കുന്നത് തന്നെ ഇഷ്ടമല്ല. പിന്നെ കുതിരുമോനാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പോൾ അവന് പുറത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കണം ഇഷ്ടം. അങ്ങനെ ചീരമുളക് അപ്പം കപ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചീരമുളക് വേണം. അത് പറിക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പം നിങ്ങളെ കണ്ടത്. അപ്പോൾ പിന്നെ അടുത്തത് കറിവേപ്പില കേട്ടോ. അതും പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. രണ്ടാളും പോയാൽ ചിലപ്പം തിരുമോന് പോത്തിട്ടില്ലെങ്കിൽ തല്ലുകൂടിയൊക്കെ വീട് കേട്ടോ. അതൊക്കെ ഓരോരോ ഭാഗം കേട്ടോ. അടുത്തത് ഞാൻ കപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് കേട്ടോ. പുറത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ പിന്നെ തിരുമോന് വീട്ടിൽ വല്ലാതെ വരും. അങ്ങനെ തന്നെ ഞാൻ തന്നു. അപ്പോൾ കുറച്ച് കറിവേപ്പില പറിച്ചിട്ടിരുന്നില്ല. അതൊക്കെ കൊണ്ട് പിന്നെ നമ്മളോട് നമ്മ എന്താണ് അതിക്ക് ഊരിക്കാണ്ട് കവറിലാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാ ഇനി അടുത്തത് വീക്കിലെ കപ്സിക്കിലെ ആ അരിയില്ലേ, ആ ബസ്മതി അരി ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കിറ്റിൽ ഉണ്ടായ മുഴുവനും അരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഇവിടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ ഇവിടെ വേണം, വെല്ലുള്ളി ഒക്കെ വേണം. ഈ ഒരു പരിപാടി തുടങ്ങട്ടെ. അപ്പം ഇതിലേക്ക് 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് അരിയണം. ഇതുമാനാണ് എഴുന്നേറ്റ് വന്നാലേ ഇതൊക്കെ വന്നാൽ പിന്നെ എല്ലാ പണിക്കും ഞാൻ ടൈം കഴിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് 2 ടൊമാറ്റോ അതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാനൊരു കുക്കർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വെച്ചിട്ടു. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് ഈ ഒരു സവാള 3 സവാള നമ്മൾ തട്ടിയിട്ടുണ്ടായിരുന്നു, ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സവാള ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ വാടി കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ 2 ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചെടുത്തത് അതൊക്കെയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേക്ക് എടുക്കണമെങ്കിൽ ഇതൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ എടുത്തത് ഏലക്കായും പട്ടിയും ഗ്രാമ്പൊക്കെ കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കേക്ക് വെച്ച ചിക്കൻ ഇട്ടെടുക്കുക. പിന്നെ ആ ചിക്കൻ ക്യൂബല്ല, കപ്സന്റെ മാഗി ക്യൂബും അരിപ്പൊടി കേട്ടോ ചേർത്ത് കൊടുക്കണം. കപ്സ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് വയറ്റെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി അങ്ങനെ എല്ലാ പൊടികളും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. മുളക് പൊടി ഞാൻ കുറച്ച് എടുക്കുന്നു കേട്ടോ. മിന്നു പറഞ്ഞാൽ നമുക്ക് മുളക് പൊടി ഉണ്ടാകും വേണ്ടതിലും അങ്ങനെ ഇല്ലല്ലോ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടോ. പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, കുരുമുളകും ഉണ്ട്, പിന്നെ എന്തിനായിരുന്നു. അപ്പോൾ അവൾക്ക് വേണം പറഞ്ഞ് കുട്ടിക്ക് എരി കറി വെച്ചു. അപ്പോൾ അതാ കപ്സ മസാല ഇതപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നേരത്തെ ചേർത്തിന് മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടിയാണ്. അപ്പോൾ ആ കപ്സ മസാല പിന്നെ അതിങ്ങനെ ആ പാക്കറ്റ് പൊട്ടി കൊടുക്കണം ഇതാക്കേണ്ടത്. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എടുക്കുന്നെങ്കിൽ മല്ലിൻ്റെ ഇലയൊക്കെ വേണമെങ്കിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ മിക്സിൻ്റെ ജാറ് കഴുകി വെച്ചിട്ട് നമ്മൾ ടൊമാറ്റോ ഇതൊക്കെ അരച്ചിങ്ങല്ലോ, വെളുത്തുള്ളി ഇഞ്ചി ടൊമാറ്റോ അല്ല, ടൊമാറ്റോ ഞാൻ കെട്ടിയിട്ടുണ്ടായത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് എടുത്തിട്ട് അപ്പോൾ ആ മിക്സിൻ്റെ ജാറ് കഴുകി വെച്ചതാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തില്ലേ, ഇത് നന്നാക്കി ഇതാക്കിയിട്ട് നമുക്കൊന്ന് ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് നമുക്കത് കുക്കർ മൂടിച്ചെടുക്കട്ടോ. ഇനിയിപ്പോൾ ഒന്നും ഇടാനില്ലാന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഉണക്ക നാരങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ കുക്കർ അടച്ചു വെക്കുന്നത്. അതൊരു കുറച്ചൊന്ന് ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്കൊരു അപ്പോഴേക്ക് ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കണം. എന്താ പറയുക, ടൊമാറ്റോ ചട്നിയോ എന്തായിക്കോട്ടെ, ടൊമാറ്റോൻ്റെ ഒരു സൂപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചമ്മന്തി അങ്ങനെയൊക്കെ പറയട്ടെ. എന്തായാലും പറയാം, വിനാഗിരി കുഴിച്ചിട്ട് ഒരു ഇതുണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമായതുണ്ടാ വെളുത്തുള്ളി വേണം. പിന്നെ വേണ്ടത് പച്ചമുളക്, മല്ലിയില, ഇതാ കുറച്ച് മല്ലിയിലും 2 ചീരമുളക്. പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കൊടുക്കട്ടെ. ഞാൻ ഇവിടെ ചീരമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വിനാഗിരിയും ചേർത്തി കൊടുത്തിട്ട് ഇതാ അടിച്ചു കൊടുത്തോ. അപ്പോൾ ഇതാ അടിച്ചു കൊടുത്തു, മിക്സിയിലിട്ട് അടിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ആയിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിനി ചോറിൻ്റെ കൂടെ കഴിക്കട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ പരിപാടി എന്താ, ചിക്കൻ ഒന്ന് മസാല ഇട്ട് വെക്കണം കേട്ടോ. ഒന്ന് പൊരിച്ചിട്ട് ആവാജാസം ഒന്ന് വന്ന് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി ഇതാക്കി കൊടുക്കട്ടോ. ഉപ്പൊക്കെ കുറച്ച് മതിയോ, അപ്പോൾ എല്ലാം നേരത്തെ ചേർത്തിട്ടാണ്. അപ്പം നിന്നെ കുട്ടി എന്താ ചേർത്തിട്ടോ. അപ്പോൾ ന്യൂഡിൽസിലത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കിട്ടുന്ന മാഗി മസാല അത് കുറച്ചുകൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണ്ടാറിട്ടും അവളത് ചേർത്തിട്ടുണ്ട്, അവർക്കൊരു രസം. അപ്പോൾ അതാ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നന്നാക്കി മസാല പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ ആ ചോറാകുമ്പോഴേക്കേ ഇതിവിടെ നിൽക്കട്ടെ, ഇത് പൊരിച്ചെടുക്കാം. ചോറിനില്ല അരിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, അവിടെ ടൈം ആയിട്ടില്ല. അപ്പം ഇതൊന്ന് റെഡിയാക്കട്ടെ. കുക്കർ ഒഴിഞ്ഞിട്ട് തന്നെ വേണം കേട്ടോ എനിക്ക് അതിന് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുക്കർ. അപ്പം ഞാനിത് ഒലീവ് ഓയിലിൽ പൊരിച്ചെടുക്കാം കേട്ടോ. അതായത് നമ്മൾ ജെയ്ത്തൂൻ എന്നൊക്കെ പറയില്ല, ആ ജെയ്ത്തൂൻ എണ്ണയിലാണ് ഞാനിത് ഒന്ന്
നമ്മളെ വേവിച്ച ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടും ചൂടായാൽ മതി. ചിക്കന് നേരത്തെ വന്നതുകൊണ്ട് അധികം ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ട് ചൂടാകുന്ന വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കറിവേപ്പിലും മല്ലിയിലൊക്കെ ചേർത്തി കൊടുക്കട്ടോ. എനിക്കിപ്പോൾ ചിക്കൻ വേവിച്ചെടുക്കാൻ ഈ ഒരു വലിയൊരു കുക്കറിന്റെ ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഓർത്തതുമില്ല. പിന്നെ മോളോട് ഞാൻ കുറച്ച് കോഴി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്രസ വിട്ട് വരുമ്പോൾ. അപ്പം അങ്ങനെ അവൾ കൊണ്ടുവന്ന ചിക്കൻ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞാൻ അറിയാതെ സാധാരണ ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ ഞാൻ ഈ കുക്കറാണ് എടുക്കാറുള്ളത്. അതങ്ങനെ അറിയാതെ എടുത്തും ചെയ്തു. അപ്പോൾ ചെറിയൊരു കുക്കർ മതി. അതിനനുസരിച്ചുള്ള കോഴിയാണ് ഇവിടെ എടുത്തിട്ടുള്ളൂ ഞാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ കുക്കർ ഒയ്യോളം തന്നെ കാത്തിരിക്കണ്ട. ഇനി കപ്സൊക്കെ ആണെങ്കിൽ പിന്നെ ഇവിടുത്തെ ആ കുക്കർ എന്താണ് ചോറ് വേവിച്ചെടുക്കണമെങ്കിൽ ആ കുക്കർ എന്തായാലും എനിക്ക് പാകാകൂല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കുക്കർ ഒഴിഞ്ഞല്ലോ. അപ്പൊ ഇനി അതിലേക്കില്ല എന്താണ് വെള്ളം, കുറച്ചും കൂടി വെള്ളം വേണം. അപ്പൊ തിളപ്പിച്ച വെള്ളം ആണ് ഞാൻ അതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. അപ്പൊ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കുറച്ചേരൊക്കെ അവിടെ ആയില്ലേ. അപ്പൊ കുറച്ച് വെള്ളം തിളപ്പിക്കട്ടെ വിചാരിച്ച്. ഏതായാലും ചിക്കനിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് പിന്നെ അരി ഒരു എത്ര ഇപ്പോൾ ഒരു കിലോ അരിയൊക്കെ ആണെങ്കിൽ അതിക്ക് അതിന്റെ ഇരട്ടി വെള്ളം എന്നാണല്ലോ കുക്കറിൽ വെക്കുമ്പോൾ. അങ്ങനെ ആ ഒരു വെള്ളമൊക്കെ അപ്പൊ എൻ്റെത് ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടായതുകൊണ്ട് ആ ഒരു അളവിനൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാതെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെ നമ്മളെ ഫുഡൊക്കെ നമുക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടൊക്കെ എങ്ങനെ കിട്ടിയതെന്നൊക്കെ കാണിച്ചില്ല. അപ്പൊ അതാണ് ലെവൽ കേട്ടോ. അപ്പൊ നമ്മളെ ചിക്കന് ഇതൊക്കെ ചോറ് ഇവിടെയൊക്കെ വെന്ത് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ചിക്കനൊക്കെ ഇട്ടിട്ട് 2 മിനിറ്റ് ദമ്മിടണം. അപ്പൊ ആ 2 മിനിറ്റ് ദമ്മ് ഇട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളെ ചിക്കനൊക്കെ വേറെ രീതിക്ക് മാറ്റിയിട്ട് ഈ ചോറ് കാസറോൾക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ നീ കുട്ടികളൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ കേട്ടോ. ജിതുമോനൊക്കെ കാത്തിരിക്കാൻ. അവന് വേണം എന്താണ് ബിരിയാണി ഉമ്മച്ചി പറഞ്ഞിട്ട് അവൻ്റെ വിചാരം ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്നാ. പക്ഷേ പിന്നെ അവന് മനസ്സിലായിട്ടോ. അങ്ങനെ എന്താ ഞാൻ കാസറോളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് എന്താണ് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് മാറ്റിയെടുക്കട്ടെ. ഞാൻ ഇപ്പോൾ കാസറോൾക്കാണ് വെക്കുന്നത് മാത്രം. നിങ്ങൾക്ക് റൈസ് കുക്കറിലാണെങ്കിൽ ഒരു അങ്ങനെയും വെക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഈ ഒരു ലെവലിലായിട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ സൗദി വിഭവം ആണെങ്കിൽ കുറച്ചൊക്കെ നമ്മളെ ചേരുവകൾ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ പെരിഞ്ജീരക പൊടി, അങ്ങനെ എല്ലാ മസാലകളും ഞാൻ എന്താണ് ചിക്കൻ വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ കപ്സ് മസാല അതൊക്കെ ചേർത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞത്. അപ്പൊ വേവിച്ച് വെച്ച ചിക്കൻ ഞാൻ അതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എന്തായാലും ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലേക്ക് ചേർത്തി കൊടുക്കുക. അപ്പൊ നമ്മളെ സൂപ്പർ ടേസ്റ്റി കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഞാൻ നേരത്തെ ഒരു സൂപ്പ് തയ്യാറാക്കി, ടൊമാറ്റോ അല്ലെങ്കിൽ ചമ്മന്തി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ചട്നി എന്നൊക്കെ പറഞ്ഞാലും മതി. ഏതാ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയാം, അല്ലെങ്കിൽ സൂപ്പ് എന്ന് പറയാം. അതിക്കാരം ഇതിന് ഏറ്റവും കേട്ടോ. അപ്പൊ എന്റെ ഒരു ഇഷ്ടത്തിന് ഉണ്ടാക്കിയ ഒരു വിഭവമാണ്. അപ്പോൾ ഇനി മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനും ഒന്നും മറക്കരുത്. അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഭവവുമായും ഞാൻ വീണ്ടും എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.